ഫാബിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ധന്യ സരോഷ്. ഇന്ന് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് ഒരു ക്രോസ് കോളറും മഗ്യാർ സ്ലീവും കൂടെ ചേർന്നൊരു ഡ്രസ്സാണ്. അതെങ്ങനെയെന്ന് നോക്കാം. ടോപ്പിന് വേണ്ടി ഇവിടെ ഒന്ന് മടക്കി, ഇവിടെ നമ്മളൊരു മടക്ക് മടക്കിയിട്ടുണ്ട്. എന്നിട്ട് ഒന്നുകൂടെ മടക്കുക. ഇവിടെയും ഫോൾഡ് ഉണ്ട്, ഇവിടെയും ഫോൾഡ് ഉണ്ട്. ഇങ്ങനെ മടക്കിയിട്ട് ഇവിടുന്ന് നമുക്ക് ആവശ്യമുള്ള ഫുൾ ലെങ്ത് പ്ലസ് 1.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. അത് കഴിഞ്ഞ് ഈ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് ഹാഫ് ഷോൾഡർ മാർക്ക് ചെയ്യാം. അത് തന്നെ താഴത്തേക്ക് മാർക്ക് ചെയ്യാം, ഹാഫ് ഷോൾഡർ. അതിൻ്റെ ബോക്സ് വരയ്ക്കുക. അതായത് ഷോൾഡർ 14 ആണെങ്കിൽ അതിൻ്റെ പകുതി 7ൻ്റെ ബോക്സ് വരച്ചു. ഈ ലൈനിൽ നിന്ന് ചെസ്റ്റ് റൗണ്ട് ആണ് എടുക്കേണ്ടത്. നമ്മുടെ ചെസ്റ്റ് റൗണ്ട് ഡിവൈഡ് ബൈ 4 + 2 ഇഞ്ച് അത് മാർക്ക് ചെയ്യണം. എന്നിട്ട് ഈ പോയിന്റിൽ നിന്ന് താഴത്തേക്ക് വേസ്റ്റ് ലെങ്ത് മാർക്ക് ചെയ്യണം. വേസ്റ്റ് ലെങ്ത് എത്രയാണെന്നുള്ളത് മാർക്ക് ചെയ്യുക. വേസ്റ്റ് ലെങ്ത് എന്ന് പറയുന്നത് നമ്മുടെ ഷേപ്പിൻ്റെ അവിടെ വരെയുള്ള ലെങ്താണ്. അത് മാർക്ക് ചെയ്തിട്ട് അവിടെ വേസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്യണം. ഇവിടുന്ന് ഇങ്ങോട്ട് വേസ്റ്റ് റൗണ്ട് ഡിവൈഡ് ബൈ 4 + 2 ഇഞ്ച് മാർക്ക് ചെയ്യാം. മുകളിൽ നിന്ന് നമ്മുടെ ഹിപ്പ് ലെങ്ത് എത്രയാണെന്ന് വെച്ചാൽ അത് മാർക്ക് ചെയ്യുക. അവിടെ ഹിപ്പ് റൗണ്ട് ഡിവൈഡ് ബൈ 4 + 2 ഇഞ്ച് മാർക്ക് ചെയ്യണം. പിന്നെ ഫ്ലെയർ, അത് നമുക്ക് ഇഷ്ടമുള്ള അത്രയും ഫ്ലെയർ എടുക്കുക. ഞാൻ ഫ്ലെയർ ഒരു 17, 18 എടുത്തിട്ടുണ്ട്. ഫ്ലെയറും ഈ ഹിപ്പിൻ്റെ ഈ ലൈനും കൂടി ജോയിൻ ചെയ്യാം. ഇത് ഷേപ്പ് ചെയ്യാം. നമ്മൾ മഗ്യാർ സ്ലീവാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുന്ന് നമ്മുടെ സ്ലീവ് ലെങ്ത് എത്രയാണ് ആവശ്യം എന്നുള്ളത് അത് മാർക്ക് ചെയ്യുക. ഞാനൊരു 9 മാർക്ക് ചെയ്യുന്നുണ്ട്. അവിടെ ഈ പോയിന്റിൽ നിന്ന് താഴത്തേക്ക് ഹാഫ് സ്ലീവ് റൗണ്ട് പ്ലസ് 1 ഇഞ്ച് മാർക്ക് ചെയ്യണം. ഇതിലായിട്ട് ജോയിൻ ചെയ്യാം.
ചെസ്റ്റിൻ്റെ ലൈനുമായിട്ട് ഇങ്ങനെ ജോയിൻ ചെയ്യാം. ഇനി നെക്ക് വിടുത്ത് ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇറക്കം, ഫ്രണ്ടിലത്തെ ഇറക്കം ഒരു 7 ഇഞ്ച് മാർക്ക് ചെയ്തു. എന്നിട്ടൊരു ചെറിയ ബി ഷേപ്പിൽ നെക്ക് മാർക്ക് ചെയ്തു. ബാക്ക് നെക്ക് ഒരു 2.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അത് റൗണ്ട് ഷേപ്പ്. ഫ്ലെയറിൻ്റെ അവിടെ മുകളിലേക്ക് ഒരു 1.5 ഇഞ്ച് മാർക്ക് 1.5-2 ഇഞ്ചോ മാർക്ക് ചെയ്തിട്ട് ഒന്ന് ഷേപ്പ് കൊടുക്കുക. ഈ മിഡിലേക്ക് ഇങ്ങനെ നമുക്ക് കട്ട് ചെയ്യാം. സ്ലീവും കൂടി ചേർത്ത് വെച്ച് ഇങ്ങനെ കട്ട് ചെയ്തു. ഇനി നമ്മൾ നെക്കാണ് ചെയ്യേണ്ടത്. ഇവിടെ ഫോൾഡുണ്ട്, ഇവിടെ ഫോൾഡ്. ആ ഫോൾഡ് കൂടി ചേർത്ത് ബാക്കിലത്തെ നെക്ക് കട്ട് ചെയ്തു. ഇനി ഫ്രണ്ടിലത്തെ നെക്ക് എടുക്കാൻ വേണ്ടി ബാക്കിലത്തെ ഈ ലെയർ എടുത്ത് മാറ്റുക. ബാക്കിലത്തെ ലെയർ എടുത്ത് ഇങ്ങനെ മാറ്റിയിട്ട് ഫ്രണ്ടിലത്തെ മാത്രം നെക്ക് ബി ആയിട്ടുള്ളത് പോർഷൻ കട്ട് ചെയ്യണം. ഒരു സ്ക്വയർ പീസ് തുണി എടുത്തിട്ട് അതിൻ്റെ പുറത്തേക്ക് നമ്മളുടെ നെക്ക് ഇങ്ങനെ വെക്കുക. ഇവിടെ ഒന്ന് പിൻ ചെയ്തിട്ട് നമ്മൾ ആ നെക്ക് ഒന്ന് വരച്ചു കൊടുക്കുക. തുണി എടുത്ത് മാറ്റിയിട്ട് 1 ഇഞ്ച് ഇങ്ങോട്ട് മാറ്റി അതേ ഷേപ്പിൽ പുറത്ത് 1 ഇഞ്ച് മാറ്റിയിട്ട് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കുക. ഇനി കട്ട് ചെയ്യാം. ഡ്രസ്സിൻ്റെ നല്ല വശത്ത് ആ നെക്കിൻ്റെ പീസ് വെക്കുക. അതേ ഷേപ്പിൽ തന്നെ വെച്ചിട്ട് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക. ഇനി ഇവിടെ നിന്നൊരു 1/4 ഇഞ്ച് മാറ്റി ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. സ്റ്റിച്ച് പോകാണ്ട് തയ്യൽ തുമ്പിൻ്റെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ അരിക് ചെറുതായിട്ട് മടക്കി റൗണ്ടിലടിക്കുക. കോളറിന് വേണ്ടി ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കണം. ഡയഗണലായിട്ട് ഒരു ലൈൻ വരച്ച് അതിൻ്റെ വീതി ഒരു 4 ഇഞ്ച് എടുക്കുക. 4 ഇഞ്ച് വീതിയിൽ ക്രോസ് പീസ് കട്ട് ചെയ്ത് വേറൊരു ലെയറും കൂടി വേണം നമുക്ക്. അതിന് വേറൊരു തുണിയിലോട്ട് ഇതേ അളവിൽ തന്നെ ക്രോസായിട്ട് മറ്റേ തുണിയും വരച്ച് കട്ട് ചെയ്യാം. നമ്മൾ 2 ലെയർ ക്രോസ് പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ഒരെണ്ണത്തിന് നല്ല വശവും രണ്ടിൻ്റെ നല്ല വശവും കൂടെ ചേർത്ത് വെച്ചിട്ട് ഒരു അരിക് ഒരു 1/2 ഇഞ്ച് വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്യുക. ഈ ഒരു വശം സ്റ്റിച്ച് ചെയ്തിട്ട് തിരിച്ചിടണം. നമ്മൾ അടിച്ച ക്രോസ് പീസ് തിരിച്ചൊക്കെ ഇട്ടിട്ട് 2 ലെയറും എന്നിട്ടൊരു ടോപ്പ് സ്റ്റിച്ചും കൂടി ഇവിടെ ഇങ്ങനെ കൊടുക്കണം. അത് അടിച്ചത് തിരിച്ചിട്ടിട്ട് എന്നിട്ട് നമുക്ക് എത്രയാണ് കോളറിൻ്റെ വീതി
അതനുസരിച്ച് മാർക്ക് ചെയ്യുക. ഈ സ്റ്റിച്ച് ചെയ്തിട്ടൊന്ന് കോളറിൻ്റെ വീതി ഒരു 2.5 ഇഞ്ച് മാർക്ക് ചെയ്യും. ഒരു ലൈൻ വരയ്ക്കുക. നമ്മളിനി 2.5 ഇഞ്ചിൻ്റെ ആ ലൈൻ വരച്ചത് ഇതിൻ്റെ പുറത്തേക്ക് നെക്ക് ഇങ്ങനെ കറക്റ്റാക്കി വെക്കുക. ഇങ്ങനെ വെച്ച് പിൻ ചെയ്യുക. ഇത് നെക്കിന് ചുറ്റും ആ 2.5 ഇഞ്ചിൻ്റെ ലൈന് കറക്റ്റ് നെക്കിൻ്റെ ഇവിടെ വരുന്ന രീതിയിൽ പിൻ ചെയ്ത് വെക്കുക. നമ്മളിവിടെ ഈ വീയുടെ ഷേപ്പിൻ്റെ അവിടെ തന്നെ ഇങ്ങനെ വരണം തുണി. പിന്നെ നമ്മൾ ഡിസൈനായിട്ടെടുത്ത തുണി ഉള്ളിലും പോകണം. ക്ലോത്തിൻ്റെ ഈ ഡ്രസ്സിൻ്റെ അതേ തുണി പുറത്തും വരണം. ഇങ്ങനെ വെച്ചിട്ട് ഇതിൽ കൂടി ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുക. റൗണ്ടിൽ ഈ വി പോലെ ഈ വീയുടെ ഷേപ്പ് ഇവിടെ ഇങ്ങനെ വരുന്നു. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യും. കോളർ വെച്ച് കഴിഞ്ഞ് പിന്നെ ഈ അകത്ത് കാണുന്ന ഈ കയ്യത്തുമ്പൊക്കെ 2 തുണിയും കൂടി ഇങ്ങനെ ചേർത്ത് വെച്ച് മടക്കി ഹെമ്മിങ് ചെയ്യുക ചുറ്റും. ഇതും കോളർ. ഇനി നമുക്ക് സ്ലീവിൻ്റെ അറ്റത്ത് ഈ തുണി പിടിപ്പിക്കാം. സ്ലീവിൻ്റെ ചീത്ത വശത്ത് ഇതിൻ്റെ നല്ല വശവും ചേർത്ത് വെച്ച് ഇങ്ങനെ ഒന്ന് അടിച്ചു കൊടുക്കുക. ഒരു 1/4 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്യുക. സ്ലീവിൻ്റെ ചീത്ത വശത്ത് നമ്മൾ ഒരു പീസ് തുണി വെച്ചു അടിച്ചു. എന്നിട്ട് അതിനെ നല്ല വശത്തേക്ക് കൊണ്ടുവന്നിട്ട് ഇവിടെ ഒരു ടോപ്പ് സ്റ്റിച്ച് അടിക്കുക. ഈ അരിക് മടക്കി അടിക്കുക. ഇവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഡ്രസ്സ് തിരിച്ചിട്ടിട്ട് നമുക്ക് ഷേപ്പ് ചെയ്യണം. ഇവിടെ പിടിപ്പിച്ച് അത് ഉള്ളിലേക്ക് ആ ഒരു അത്രയും പോർഷൻ ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കിയിട്ട് വേണം അടിക്കാൻ. ഇവിടുന്ന് 1 ഇഞ്ച് ഇങ്ങനെ വെച്ച് ഷേപ്പ് ചെയ്യുക. നമ്മുടെ സ്ലീവ് ഇങ്ങനെ കിട്ടും. ഈ സ്ലീവിൻ്റെ ഇതിൽ നിന്നൊന്ന് മടക്കി ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഒന്ന് ഹെമ്മിങ് ചെയ്ത് കൊടുക്കുക. അതുപോലെ താഴത്ത് ഫ്ലെയറിൻ്റെ അവിടെ ഇങ്ങനെ 2ആയിട്ട് മടക്കി അടിക്കുക. ഇന്നത്തെ ഡിസൈൻ എങ്ങനെയുണ്ടായിരുന്നു? അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട. വീണ്ടും ഇതുപോലെയുള്ള ഡിസൈൻസായിട്ട് നമുക്ക് കാണാം.